ശരി, ശ്രീ ഷാബു പ്രസാദ്, വിസ്മയത്തുടക്കമാണോ വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് കിട്ടിയിരിക്കുന്നത്? ആദ്യം ഞാൻ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ സേനാപതി വേണുവിന് ഒരു വലിയ ആശംസ തരട്ടെ. അടുത്തുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ഹഗ് ചെയ്യാമായിരുന്നു. എന്തായാലും എന്റെ ആ ഒരു സ്നേഹാലിംഗനം അദ്ദേഹം സ്വീകരിക്കണം. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു വിജയവാർത്തയായിരുന്നു അദ്ദേഹത്തിന്റെ. ഇത് കേവലം ഒരു MLA അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ടുള്ള ഒരു സാങ്കേതികമായ മെക്കാനിക്കലായിട്ടുള്ള ആശംസയല്ല, നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഏതൊരു സർക്കാരും അധികാരത്തിൽ ഏറുമ്പോൾ, പ്രത്യേകിച്ച് കേരളം കാത്തിരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജനവിധിക്ക് ശേഷം അധികാരത്തിൽ കയറുന്ന സർക്കാരിന് അവരുടെ ആദ്യ ദിനങ്ങളിൽ ചില കാര്യങ്ങൾ അവർക്ക് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്, തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അത് രാഷ്ട്രീയമാണ്, അത് വേണം, അതങ്ങനെ തന്നെയാണ്. അതിന്റെ അതൊരു സംശയവുമില്ല മഞ്ജുഷി. കാര്യം ആദ്യ തീരുമാനങ്ങൾ എന്താണ്, ആദ്യ ദിനങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു സർക്കാരിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാൻ വന്നതിൽ വളരെ നിർണായകമാണ്. അങ്ങനെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിൽ വി ഡി സതീശൻ സർക്കാർ, ഈ UDF സർക്കാർ ഒരുപാട് വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഞങ്ങൾ വാക്ക് പാലിക്കുന്ന സർക്കാരാണ്, വാക്ക് പറയുന്നത് മാത്രമല്ല വാക്ക് പാലിക്കുന്നവരാണ് എന്ന ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. പിന്നെ ഇനിയും ഒരു കാര്യമുണ്ട്, ഇനി 5 വർഷമാണ് കിടക്കുന്നത്. ഒന്ന്, ഇനിയും ഏറെക്കാലം ഈ സമരം ചെയ്ത് സമരങ്ങളൊക്കെ മറന്നുപോയ ഒരു LDF അപ്പുറത്തുണ്ട്, CPM അവിടെ ഉണ്ട്, SFIക്കാർ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിശക്തമായ, നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല, വളരെ നിയമസഭയിൽ പ്രസൻസ് ഉള്ള BJP വളരെ ശക്തമായിട്ട് തന്നെ ഇവിടെയുണ്ട്. ഇത് UDF സർക്കാരിന്റെ മുമ്പിലുള്ള വലിയ വെല്ലുവിളി തന്നെയാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പം അടുത്ത ജൂൺ 15-ാം തീയതി മുതൽ KSRTCയിൽ ഫ്രീ ആണ് എന്ന് പറയുന്നുണ്ട്, അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടില്ല. മനസ്സിലാക്കിയിടത്തോളം ഇത് ഓർഡിനറിയിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൻ്റെതായ ചില ഇഫ്സ് ആൻഡ് ബട്ട്സ് അവിടെ ഉണ്ട്. അത് ഇവിടുത്തെ പ്രതിപക്ഷം മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ സംഭവം അനൗൺസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇഫ്സ് ആൻഡ് ബട്ട്സ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം KC വേണുഗോപാൽ ഒരു ബസ്സിൽ കയറി പറഞ്ഞ് അടുത്ത മാസം 15-ാം തീയതി മുതൽ നിങ്ങൾക്ക് എവിടെ വേണേ എങ്ങനെ വേണേ ട്രിപ്പ് പോകാം, യാത്ര പോകാം, എങ്ങനെ വേണേ പോകാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇനിയിപ്പോ ഓർഡിനറിയിൽ ഫ്രീ ആക്കിയാലും അത് പ്രശ്നം തന്നെയാണ് മുഴുവൻ. അപ്പോൾ ഇവിടുത്തെ ഇപ്പൊ പറഞ്ഞ പോലെ BJPയും പ്രതിപക്ഷവും ഒക്കെ ഫ്രീ അല്ലാത്ത ബസ്സിൽ, ഇവർക്ക് ഫ്രീ അല്ലാത്ത ബസ്സിൽ പെണ്ണുങ്ങൾ കയറും, ടിക്കറ്റ് എടുക്കില്ല, പ്രശ്നമാകും. അത് നമ്മൾ അടുത്ത ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു പൂരം തന്നെയാണ്. ശരി, സിബി സത്യൻ, അങ്ങനെ വാഗ്ദാനങ്ങളിലെ വ്യക്തതയില്ലായ്മ ബുദ്ധിമുട്ടുണ്ടാക്കുമോ ഇപ്പോൾ തന്നെ? ഒരു മിനിറ്റ് ഷാബു. പിന്നെ മറ്റൊന്ന്, എനിക്ക് വി ഡി സതീശനോട് ഒരു കാലത്ത് ഒരു സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഈ സാമുദായിക സംഘടനകളുടെ ഇങ്ങനെ തന്നെ അവരുടെ പുറകെ നടക്കാൻ പോകാത്ത ഒരു മനുഷ്യൻ എന്നൊരു ഇമേജ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്കതിനോട് ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെയും UDFനെയും സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ വർഗീയ സാമുദായിക സംഘടനകൾ എന്ന് പറയുന്നത് NSSും SNDPയും മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും ലത്തീൻ കത്തോലിക്ക സഭയും ഇതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സാമുദായിക സംഘടനകളല്ല എന്നുള്ളത് ഒരു വേദനിപ്പിക്കുന്ന തിരിച്ചറിവാണ്. കാര്യം ഇവിടെ ലത്തീൻ കത്തോലിക്ക സഭ ഞങ്ങൾക്ക് മന്ത്രിയില്ല എന്ന് പറഞ്ഞ നിമിഷം അവിടെ നിന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഓടിപ്പാഞ്ഞ് അവരുടെ അരമനയിൽ ചെന്ന് അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അത് വർഗീയ വിരുദ്ധ നിലപാട് എന്ന വി ഡി സതീശന്റെ ഇമേജിന് വലിയ ഒരു കളങ്കം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. വരും കാലത്ത് ഇനിയുള്ള ദിനങ്ങളിൽ UDF സർക്കാർ എങ്ങനെയായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും സാമുദായിക സംഘടനകളോടുള്ള നിലപാട് എടുക്കാൻ പോകുന്നത് എന്നതിന്റെ വളരെ വ്യക്തമായ ഒരു ചൂണ്ടുപലകയാണ് ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. ശ്രീ സിബി സത്യൻ, ഈ 2 കാര്യങ്ങളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.